ഹലോ ഗായ്സ്, ഓ മൈ ഗോഡ്. ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആണ്, അതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം ഉറങ്ങി. സംഭവം രാവിലെ 7 മണി 7:30 നീട്ടിട്ട് അനിയനൊക്കെ ട്യൂഷനൊക്കെ വിട്ടിട്ടാണ് ഞാൻ വന്ന് കടന്നുറങ്ങിയത്. വീണ്ടും ഞായറാഴ്ച പിന്നെ സ്വാഭാവികമായിട്ടൊരു മടി ഉണ്ടാവുമല്ലോ. അപ്പോൾ ആക്ച്വലി ഇന്നത്തെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ അതാണ്ടോ, റൂം ഫുള്ള് ഭയങ്കര ഡിസോർഡറാണ്. അതായത് ഞാൻ സാധാരണ എല്ലാ ആഴ്ചയും വൃത്തിയാക്കണാണ്, സത്യമായിട്ടിട്ട് എല്ലാ ആഴ്ചയും വൃത്തിയാക്കണാണ്. പക്ഷെ ഇന്ന് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് വളരെ അതിശക്തമായ ചുമയും ജലദോഷം കാരണം ഒരു എനർജി ഉണ്ടായിരുന്നില്ല റൂം ക്ലീനാക്കാൻ. അപ്പം ഇന്നിപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മേ, അപ്പം നമ്മുടെ റൂമൊക്കെ വൃത്തിയാക്കാന്ന് വിചാരിച്ച്. അപ്പോൾ അതിനൊപ്പം തന്നെ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ നടന്നു എന്നൊക്കെ ഉള്ളത് പറയാം. അപ്പം എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം. ക്ലീനാക്കാം. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദാരുണീയമാണ്. കുറേ സംഭവം ഒന്നാമത് മറ്റേ ചുമയുള്ള കാരണം കുറേ മരുന്ന് കുടിക്കാണ്ട്, അതും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട്. നമ്മുടെ ഗിറ്റാറും മറ്റേ ബൂട്ടും അതൊക്കെ ഒന്ന് ആദ്യം നമുക്ക് ഒരിടത്തേക്ക് മാറ്റിയിട്ട് ഇവിടെ മറ്റേ മേലെ മാറല്ല അതൊക്കെ തട്ടിയിട്ട് ആദ്യം മേലത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുക്കണം. എന്നിട്ട് ബാക്കി നമുക്ക് അടിച്ചു വരെ എടുക്കാം. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് അടിച്ചു വരാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കട്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ റൂമിൽ കുറച്ച് കബോർഡും അതുപോലെ തന്നെ ചെയറും കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തേക്ക് ഇടണം. അത് പുറത്തേക്ക് ഇട്ടിട്ട് വേണം ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ പരിപാടി നോക്കാം. നമ്മുടെ ഗിറ്റാറാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാലം മുമ്പ് പഠിച്ചിരുന്നു. പിന്നെ കുറച്ച് ഞാൻ പഠിത്തമൊക്കെ നിർത്തി. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ എന്ത് പഠിക്കാൻ പോയി ഒരു പകുതി വെച്ച് നിർത്തി. അപ്പോൾ ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല, ബേസിക്കായിട്ടുള്ള നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ കാലത്തിന് ശേഷം ഇങ്ങനത്തെ എല്ലാം വായിക്കണ്ടേ. ഞാൻ വെറുതെ ഇങ്ങനെ ഒരു ട്യൂൺ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ഇതിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാകും. സി മേജറാ എ മേജർ, അങ്ങനെ ഗിറ്റാർ പഠിച്ചവർക്ക് മനസ്സിലാവുണ്ടാവും. സി മേജർ ഇങ്ങനെ എന്നാണ് എൻ്റെ ഒരു നീക്കമന. സംഭവം ട്യൂൺ ചെയ്തിട്ടില്ല, പൊടി പിടിച്ചിരുന്നു. അത്യാവശ്യം യമഹയുടെ സാധനം കേട്ടോ, അത്യാവശ്യം നല്ല സാധനമാണ്. നമുക്കൊരു പാട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മിക്കവാറും ഈ വ്ളോഗ് നിങ്ങൾ ഇവിടെ തന്നെ നിർത്തിപ്പോവും. ചുമള്ള കാരണം സൗണ്ടൊന്നും അത്ര അടിപൊളിയല്ല, എന്നാലും ഒരു ട്രൈ നടത്താം. இப்போது என்னோடு சென்றாலே என் காற்று ഗൗതമി മേനോൻ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ലിറിക്സ് എനിക്കറിയില്ല. അപ്പൊ നമുക്ക് ബാക്കി ക്ലീനിങ്ങടെ നോക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം സാധനങ്ങളൊക്കെ കൊടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മാർഹല അപ്പോൾ അത് തട്ടാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ വജ്ര. ഇതാണ് ഈ ഒരു റൂം. ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രത്യേകമൊന്നും പറയില്ല, ഇതേപോലെ ടെലിസ്കോപ്പിക്കോ. അപ്പോൾ നമുക്കിങ്ങനെ എവിടെയും കയറി കണ്ടന്നെ സുഖമായിട്ട് മാറല കേട്ടോ. അപ്പോൾ ഈ മാറാലേക്ക് ഇന്ന് കണ്ണൂർ കമ്മിവലെ മണ്ണാത്തി വലെ ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ.
അമ്മേ കണ്ണിൽ പിടി. ഓ ബൈ ദ വൈ മറന്ന്, ഒരു മിനിറ്റേ, ഒരു സാധനം എടുക്കാണ്ട് ഓടിക്ക്. പേടിക്കേണ്ട, ഞാൻ തീവ്രവാദിയൊന്നുമില്ല. അപ്പോൾ എന്താ സംഭവിച്ചാലേ നമ്മുടെ അലർജി മാറി ഇങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വീണ്ടും മൂക്കിൻ്റെ ഉള്ളിലേക്ക് പൊടി അടിച്ച് കയറ്റി കഴിഞ്ഞാലേ പണി കിട്ടും. സോ ഫോർ എ പ്രിക്കോഷൻ. അപ്പോൾ നമുക്ക് മാറാനായിട്ടുള്ള പ്രോസസ്സ് കൊണ്ട് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ വൃത്തിയാക്കണതിൻ്റെ ഇടയിൽ ഇതേ ഒരു അതിഥിയൊന്നുമല്ല, എട്ടുകാലി. പണ്ട് പറഞ്ഞാൽ എനിക്ക് ഇവന്മാരെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ എനിക്ക് അത്ര പേടിയൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ നിലവിളിച്ച് ഓടിയിട്ടുണ്ടാവും. അപ്പോൾ അവനവിടെ ഈ ഡസ്റ്റ്ബിന്നിൻ്റെ പിന്നിലായിരുന്നു. അത് അവനാണോ അവളാണോ മുട്ട വല്ലതുണ്ടോ? മുട്ടയൊന്നും കാണുന്നില്ല. അപ്പോൾ അതിനെ നമുക്ക് പുറത്താക്കണം കേട്ടോ. അവനവിടെ പോയി ദേവം വല വിടുന്നു, പേടിച്ചിട്ടാണ്. ഓക്കെ സാധനം അതിൻ്റെ ഉള്ളിലായിട്ടുണ്ട്. തുറന്നു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഓക്കെ, സക്സസ്ഫുള്ളി റിലീസ്. ഇനി എങ്ങാനും ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നു തന്നെ സത്യമായിട്ട് ഞാൻ പേടിച്ചോടും. അങ്ങനെ അവനെ റിലീസാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്കി കൂട്ടി വൃത്തിയാക്കട്ടെ കേട്ടോ. സോ ഗൈസ്, നമ്മൾ ഏകദേശം റൂമൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരണം. അതാണ് ഇങ്ങനെയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിലെ ഏകദേശമൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി പരിപാടിയൊക്കെ ചെയ്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബൈ ദ ബൈ ഏറ്റവും വൃത്തിയുള്ള റൂമൊന്നും ഇല്ല ഇത് ലോകത്തിലെ. പക്ഷെ നമ്മളവിടെ വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. സംഭവം 2 ആഴ്ചയായിട്ട് മുടങ്ങി കിടക്കുന്ന കാരണം കുറച്ച് കൂടുതൽ വൃത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏകദേശമൊക്കെ ഒരു തഞ്ചത്തിലൊക്കെ ഇങ്ങനെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇനി ആഴ്ചയിൽ ഇടക്കിടക്ക് ഇങ്ങനെ ക്ലീനാക്കുമ്പോൾ റെഡിയാക്കണം. അപ്പോൾ ഇനിയുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ബാത്റൂം ക്ലീനൊക്കെ ഉണ്ട്. അത് ഞാനങ്ങോട്ട് കാണിക്കില്ല, കാരണം അത് അത്ര അടിപൊളിയാവില്ല. അപ്പോൾ നമുക്കിനി ബാത്റൂം കൂടി ക്ലീൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ബാത്റൂം വൃത്തിയാക്കാൻ പോവാണ്. സംഭവം അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഹൊറർ ഫീലാണ്. എന്തായാലും പോയി വൃത്തിയാക്കിയിട്ട് വരാം. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓക്കെ, I am enforcing the army and signing a death warrant of the biggest criminal in India. ഇനിയാണ് ആരംഭിക്കുന്നത്. യെസ് അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞു. റൂമൊക്കെ ഏകദേശം വൃത്തിയാക്കി. അങ്ങനെ ഇപ്പോൾ ജീവിതത്തിൻ്റെ ലൈഫ് അപ്ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞു, പാസ്സായി, സർട്ടിഫിക്കറ്റ്സിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടാവും. പിന്നെ ഇപ്പം എന്താ അപ്ഡേറ്റ്? ഇപ്പോൾ ഗൾഫ് പോയിട്ടു, ഇപ്പോൾ പഴയ കമ്പനിക്ക് അത് തിരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്താ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ സൈഡ് ഹസ്റ്റിലായിട്ട് വല്ല ഫോട്ടോഗ്രാഫിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കുന്നുണ്ട്. I'm just trying to develop a lot of skills. ഏതെങ്കിലും ഒരു വഴിയിൽ നമുക്കൊരു ഗ്രിപ്പ് ഉണ്ടാക്കണം, അതാണ് ഇപ്പോഴത്തെ മെയിൻ ലക്ഷ്യം. പിന്നെ ഈ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നവരെ സംബന്ധിച്ച് ഇപ്പോൾ എസ്പെഷ്യലി എന്നെ പോലുള്ളൊരു വലിയ സോഷ്യൽ ലൈഫൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഡെയിലി നീക്കുക, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഉറങ്ങുക, ഇത്രേ ഉള്ളൂ. കുറച്ച് കാലങ്ങളായിട്ട് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ കൂടിയുള്ളൊരു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റി ഞാൻ ഡെയിലി ചെയ്യുന്നത് ജിമ്മിൽ പോകുന്നതാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്, വലിയ ട്രാൻസ്ഫോർമേഷനൊന്നും വന്നിട്ടില്ല ബോഡിക്ക്. അപ്പോൾ അതൊക്കെയാണ് ജീവിതത്തിൽ നടക്കുന്നത് ഗൈസ്. പിന്നെ ഇനിയിപ്പോൾ PGയുടെ അഡ്മിഷൻ അതൊക്കെ ഭാവിയിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ചെങ്ങായിമാരിൽ ചിലവൊന്നുമില്ലല്ലോ. പിന്നെ ബെല്ലൈക്കൺ ജസ്റ്റ് ഒന്ന് തല്ലിപ്പൊട്ടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തായി. അപ്പോൾ അതങ്ങനെ എന്തായാലും ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് ചിന്തിച്ചിട്ട് വലിയ കാര്യമില്ല.
കാരണം എന്താവും നമുക്ക് തന്നെ ഒരു പിടുത്തല്ല. പിന്നെ ഇപ്പോൾ എന്താ ഉണ്ടായി പാസ്റ്റിലെന്ന് ആലോചിച്ചിട്ടും കാര്യമില്ല. I'm just being on the present, trying to be happy, trying to be productive, trying to like develop myself or like improve myself. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഭാവിയിൽ എന്തായാലും നമുക്ക് നോക്കാം. അത് കാണാണ്ട് ഞാൻ പറഞ്ഞില്ലേ, സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെ അറിഞ്ഞില്ല പറഞ്ഞില്ല എന്നൊന്നും പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഷെയർ ചെയ്യണം പ്ലീസ്, ഷെയർ ചെയ്യൂ. ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് രക്ഷപ്പെടട്ടെ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ എന്തായാലും ദിസ് ഇസ് നോട്ട് ലൈക്ക് ഒരു ഭയങ്കര അടിപൊളി വ്ളോഗൊന്നും ഞാൻ പറയില്ല. എന്തായാലും നമ്മൾ സാധാരണ ചെയ്യണം. ശരിക്കും ഞാൻ ശനിയാഴ്ചയാണ് ചെയ്യാറ്. പിന്നെ ശനിയാഴ്ച ഇന്നലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മളതിൽ കുറേ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫോട്ടോസൊക്കെ ഉണ്ട്, ലൈക്ക് അടിച്ചോളിയും. വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ റോഷൻ സൈനിങ് ഔട്ട്. ഗുഡ് ബൈ, ടാറ്റാ, ബൈ ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ. ലവ് യു ഗൈസ്. ബൈ. പോയില് ചങ്ങായിമാരെ പോയി അങ്ങോട്ട്.